ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു വീഡിയോ കണ്ടു. അതായത് ഒരാളൊരു മൊബൈൽ ഒരു ട്രേഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അടുത്ത 1 ഇയറിൻ്റെ ഉള്ളിൽ ഡിഫൻഡർ കാർ ഇറക്കുന്നു. എൻ്റെ അറിവിൽ ഡിഫൻഡറിന് ഏകദേശം 1.5 കോടി രൂപയോളം വിലയുണ്ട്. അതായത് മാസം ഒരു 10 ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനം ഉണ്ടെങ്കിലേ ഒരു ഡിഫൻഡർ ഇറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു വീഡിയോ. അതിലൊരാൾ തൻ്റെ കാറ് സർവീസിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൊബൈൽ ഒരു ട്രേഡ് എടുക്കും. എന്നിട്ട് സർവീസിൻ്റെ ബില്ല് വരുമ്പോഴേക്ക് ഈ ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് വെച്ചിട്ട് അത് സെറ്റിൽ ചെയ്യും. അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ട്രേഡിങ്ങിൻ്റെ കോഴ്സ് സെല്ലും ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഈസി ജോബാണോ? നമുക്ക് നോക്കാം. സെബിയുടെ കണക്കനുസരിച്ചിട്ട് 100 പേര് ട്രേഡ് ചെയ്താൽ അതിൽ 93 പേര് ലോസിലാണ് അവസാനിക്കുന്നത്. വെറും 7% ആളുകൾ മാത്രമാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അത്രയ്ക്കും വിന്നിങ് ചാൻസ് കുറഞ്ഞൊരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ട്രേഡേഴ്സും പ്രോഫിറ്റിലാണ്. സെബി തന്നെ പറയുന്നുണ്ട് വെറും 7% ആളുകളാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ കാണുമ്പോൾ വിചാരിക്കും ആ 7% കേരളത്തിൽ തന്നെയാണെന്ന്. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ ഡ്രീം സെല് ചെയ്യുക, എന്നിട്ട് ക്യാഷ് ഉണ്ടാക്കുക. നിങ്ങളൊന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കുക. സപ്പോസ് ഞാൻ വലിയൊരു ട്രേഡറാണ്, ഞാൻ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, എൻ്റെ സ്കില്ലിൽ എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു എമൗണ്ടിന് എനിക്ക് കോഴ്സ് സെല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എവിടെന്നെങ്കിലും ലോൺ എടുത്തോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീട് പണയം വെച്ചെങ്കിലും ക്യാപിറ്റൽ കൊണ്ടുവന്ന് ട്രേഡ് ചെയ്യില്ലേ? ഇതൊന്നും ആരും ചിന്തിക്കില്ല. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർ ബിഗിനേഴ്സാണ്, ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവരാണ്. പിന്നീട് ഈ കോഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവുക. ശരിക്കും ഈ ട്രേഡേഴ്സൊക്കെ ക്യാഷ് ഉണ്ടാക്കുന്നത് ട്രേഡ് ചെയ്തിട്ടല്ല, അവർ ഈ കോഴ്സ് സെല് ചെയ്തിട്ടാണ്. അവർ ട്രേഡിങ്ങിൽ വരുത്തുന്ന ലോസൊക്കെ റിക്കവർ ചെയ്യുന്നത് ഈ ട്രേഡിംഗ് കോഴ്സ് സെല് ചെയ്തിട്ടാണ്. ഞാൻ ട്രേഡേഴ്സ് ഒന്നും ക്യാഷ് ഉണ്ടാക്കുന്നില്ല എന്നല്ല പറയുന്നത്. ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ട്രേഡേഴ്സ് ഉണ്ട്, ഞാൻ ഫോളോ ചെയ്യുന്ന ട്രേഡേഴ്സ് ഉണ്ട്. പക്ഷെ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് വെറും കോഴ്സ് മാത്രം സെല് ചെയ്യുന്ന കുറേ ട്രേഡേഴ്സ് ഉണ്ട്. അവരെക്കുറിച്ചാണ് ഈ വീഡിയോ. പല ബിഗിനേഴ്സും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഭീകരമായ എമൗണ്ട് ഒക്കെ കൊടുത്ത് ട്രേഡിംഗ് കോഴ്സ് ചെയ്യും. ലാസ്റ്റ് യാതൊരു ബെനിഫിറ്റും അവർക്ക് ഉണ്ടാവില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലേ നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. നിങ്ങൾക്ക് 1000 രൂപയ്ക്കും ട്രേഡ് ചെയ്യുക, 10,000 രൂപയ്ക്കും ട്രേഡ് ചെയ്യുക. പക്ഷേ മന്ത്ലി ഒരു ഫിക്സ്ഡ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഇൻകം കിട്ടണമെങ്കിൽ മിനിമം ഞാൻ ഈ പറഞ്ഞ ക്യാപിറ്റലുകൾ നിങ്ങളുടെ കയ്യിൽ വേണം. അല്ലാതെ നിങ്ങളൊരു 50,000 രൂപ കൊടുത്തൊരു ട്രേഡിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ട് 10,000 രൂപ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്താൽ വെറുതെ സമയം പോകാമെന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ഓപ്ഷൻസിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മിനിമം 5 to 10 lakhs എങ്കിലും കയ്യിൽ വേണം. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ കിട്ടുന്നതല്ല. വർഷങ്ങളോളം മാർക്കറ്റ് കണ്ട് ട്രേഡ് ചെയ്ത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഒരു സ്ട്രാറ്റജിയും എല്ലാ കാലവും ഒരു മാർക്കറ്റിൽ വർക്ക് ചെയ്യില്ല. അത് മാർക്കറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ 10,000 രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നതും 10 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്തിട്ട് 1000 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ വിചാരിക്കും ഒരു 10 ലക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയേനെയാണ്. പക്ഷേ അത് വെറുതെയാണ്. നിങ്ങളെ ക്യാപിറ്റൽ കൂടും തോറും നിങ്ങളുടെ റിസ്ക്കും കൂടും. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റും അതിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ഒരുപാട് പ്രോഫിറ്റ് എടുക്കാനും നമുക്ക് കഴിയില്ല. കാരണം പ്രോഫിറ്റുമാരി തന്നെ ലോസും നമ്മളെ അക്കൗണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും. ഇനി എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാം. നിങ്ങൾ എവിടുന്ന് വേണമെങ്കിലും ട്രേഡിങ്ങിൻ്റെ കോഴ്സ് ചെയ്തോളൂ. പക്ഷേ നിങ്ങളെ മെൻറ്റർ ആരാണോ അവരുടെ ലാസ്റ്റ് 1 ഇയറത്തെ P&L അക്കൗണ്ട് നിങ്ങൾ പരിശോധിക്കുക. അവർ പ്രോഫിറ്റബിൾ ആണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. കാരണം അവർ ഓൾറെഡി പ്രോഫിറ്റ് അല്ലെങ്കിൽ പിന്നെ അവരുടെ കീഴിൽ നിങ്ങൾ പഠിച്ചിട്ട് എന്താണ് കാര്യം? യാതൊരു ബെനിഫിറ്റും ഇല്ല. 2015 ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ഞാൻ ട്രേഡിംഗ് പഠിക്കുന്നത് യൂട്യൂബ് നോക്കിയിട്ടും പല ബുക്കുകൾ റെഫർ ചെയ്തിട്ടുമാണ്. പക്ഷേ ഇത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം എല്ലാം നമ്മൾ ഒറ്റയ്ക്കാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുക്കും. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ മേഖലയിലും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്, ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻസിൽ തന്നെ ഓപ്ഷൻസ് ബൈ ചെയ്തിട്ടുണ്ട്, സെല് ചെയ്തിട്ടുണ്ട്, എല്ലാം ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ട്രേഡിങ്ങിൽ എനിക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാണോ ഞാൻ ട്രേഡർ എന്ന മൈൻഡ് സെറ്റ് മൊത്തത്തിൽ മാറ്റി ഇൻവെസ്റ്റർ ആയത്, അന്നാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. കഴിഞ്ഞ 9 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ വെറുതെ ഇൻട്രാഡേ ചെയ്തിട്ടും അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്തിട്ടും വെറുതെ പൈസ കളയരുത്. നിങ്ങൾ നല്ല ക്വാളിറ്റി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരുപാട് മ്യൂച്വൽ ഫണ്ടിലുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലോ ഇതിലേതെങ്കിലും നിങ്ങൾ മാസം തോറും നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തായിട്ടും നല്ലൊരു റിട്ടേൺ കിട്ടും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാനിത് പറയുന്നത്. പക്ഷേ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, നല്ല പേഷ്യൻസും വേണം. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും സ്യൂട്ട് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ക്യാഷ് ഉണ്ടാക്കിയതൊക്കെ
നല്ല മ്യൂച്വൽ ഫണ്ടിലും നല്ല ക്വാളിറ്റി സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.